നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി കോൺഗ്രസ്. നാളെ പാർട്ടി ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ദില്ലിയിൽ വിളിച്ചു ചേർത്തു. ഇഡിയുടെ നീക്കം രാഷ്ട്രീയ പ്രേരിതം എന്ന് ആരോപിക്കുമ്പോഴും മേൽക്കോടതികളെ സമീപിച്ചാൽ തിരിച്ചടിയാകുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട്. സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, വലിയ പ്രതിഷേധത്തിന് കോൺഗ്രസ് കോപ്പ് കൂട്ടുമ്പോഴും അവരുടെ ഭാഗം എത്രമാത്രം ശരിയാണ് എന്നുള്ള ആശങ്കയും അവർക്കുണ്ട്. കോടതിയിലേക്ക് പോകാൻ കോൺഗ്രസ് ഭയക്കുകയാണോ സിബി? അങ്ങനൊരു മേൽക്കോടതിയെ സമീപിക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കാരണം 2015 ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2015 രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിക്കും ജാമ്യം ലഭിച്ചത്. പിന്നീട് 2016 സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഈ അന്വേഷണം നേരിടണം എന്നുള്ളൊരു ഉത്തരവാണ് അന്ന് ലഭിച്ചത്. നേരത്തെ ദില്ലി ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയായിരുന്നു ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി ഇതിനെ മേൽക്കോടതിയിലേക്ക് സമീപിക്കുക എന്നുള്ള കാര്യത്തിൽ നിയമവിദഗ്ധരുമായി കൂടിയായ ശേഷം എല്ലാം തന്നെയും അത്തരത്തിലൊരു രീതിയിൽ അത്തരമൊരു സമീപനത്തിലേക്ക് പോകേണ്ട എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ് കോൺഗ്രസ്. എന്തായാലും ഈ നാഷണൽ ഹെറാൾഡ് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഇത്തരത്തിൽ പ്രതിരോധിക്കുമ്പോഴും ഈ വലിയ വെല്ലുവിളി നേരിടുന്നതും ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് നാഷണൽ ഹെറാൾഡ് കേസിലെ ചില കാര്യം, പ്രത്യേകിച്ച് അതിലെ നടന്ന ഇടപാടുകളെല്ലാം തന്നെയും അതിൽ ദുരൂഹത ഏറെയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് തന്നെയാണ് കോൺഗ്രസിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നതും. എന്തായാലും നാളെ ഈ കോൺഗ്രസിലെ ജനറൽ സെക്രട്ടറിമാരുടെ യോഗം ദില്ലിയിലെ പുതിയ AICC കോൺഗ്രസ് മന്ദിരത്തിൽ ചേരുന്നുണ്ട്. അവിടെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗുജറാത്തിലെയും അതോടൊപ്പം തന്നെ ബീഹാറിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട എന്ന് പറയുമ്പോഴും ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാസം 25-ന് വിചാരണ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രതിഷേധത്തിന് രൂപം നൽകുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അജണ്ട. പക്ഷേ കഴിഞ്ഞ ദിവസം AICC ആസ്ഥാനത്ത് ഉൾപ്പെടെ എല്ലാം തന്നെയും രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയും AICC ആസ്ഥാനത്ത് നിന്നും ദില്ലിയിലെ ED ആസ്ഥാനത്തേക്ക് പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകർ പോകുമ്പോഴും അവിടെ ഒരു പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെയും ഇതിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിൽ പോലും വലിയൊരു പോരായ്മ ഉണ്ടായി എന്നെല്ലാം തന്നെയും കോൺഗ്രസ് വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിലും കോൺഗ്രസിൽ വളരെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 700 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ ED മരവിപ്പിക്കാനുള്ള നീക്കം ആരംഭിക്കുന്നത്. എന്നിട്ടും കോൺഗ്രസിന് നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ ഇതിനെ ഒരു പ്രതിപക്ഷ പാർട്ടികളെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്നു എന്ന രീതിയിൽ രാഷ്ട്രീയമായി നേരിടാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. എന്തായാലും നാഷണൽ ഹെറാൾഡ് കേസ് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നീങ്ങുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2000 കോടി രൂപയുടെ സ്വത്തുക്കൾ, ഇത് വെറും 50 ലക്ഷം കോടി രൂപയ്ക്ക് ഇത്തരത്തിൽ ഈ യങ് ഇന്ത്യ എന്ന പുതിയ കമ്പനിയുടെ പേരിൽ പ്രത്യേകിച്ച് 76% രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഓഹരിയുള്ള കമ്പനിയുടെ പേരിൽ മാറ്റി എന്നുള്ളൊരു ഗുരുതരമായ ആരോപണമാണ് നേരിടുന്നത്. ഇതിൽ അന്ന് തന്നെ ഈ നമുക്കറിയാം, ഇത് 5000-ലധികം സ്വാതന്ത്ര്യ സമര സേനാനികൾ കൂടി ചേർന്നുണ്ടാക്കി അവരുടെ ഷെയർ ഉൾപ്പെടെ ചേർന്നുകൊണ്ടുണ്ടാക്കിയ ഒരു കമ്പനിയായിരുന്നു ഈ നാഷണൽ ഹെറാൾഡ് പത്രവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു സ്ഥാപനം. പക്ഷേ ആ സ്ഥാപനം പിന്നീട് കടത്തിൽ മുങ്ങുകയും 2008-ലാണ് പിന്നീട് ഈ യങ് ഇന്ത്യ എന്ന ഒരു കമ്പനി, പുതിയ കമ്പനി, രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിക്കും ഓഹരിയുള്ള ആ കമ്പനി അത് ഏറ്റെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ED പറയുന്നത് ഇതിന് 5000 കോടി രൂപയിലധികം ആസ്തി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ ഈ സ്വത്തുക്കൾ മരവിപ്പിക്കാനും ഈ സ്വത്തുക്കളെല്ലാം നിലയിൽ കണ്ടുകെട്ടാനുള്ള നീക്കം ആരംഭിക്കുമ്പോഴും ഇതിനെ നിയമപരമായി നേടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ഈ കേസ് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഷമ്മി, സിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.